തീർച്ചയായിട്ടും. ഡോക്ടർ എൽസി ഉമ്മൻ, നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് വിഭജിക അനുഭവിച്ച മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ. അത് ഭർത്താവിൻ്റെ മാനസിക വൈകൃതങ്ങൾ, അത് ബെഡ്റൂമിൽ പോലും എത്രത്തോളം വിഭജിക ബുദ്ധിമുട്ട്, നമ്മളിതൊക്കെ തുറന്നു പറഞ്ഞുകൂടെ ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും ആ കുട്ടി എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് ആ എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒപ്പം ഒരു ഫോൺ റെക്കോർഡ് സുഹൃത്തിനോട് പറയുന്നത്, അപ്പോൾ പോലും തുറന്നു പറയുന്നില്ല, നിന്നോട് പോലും എനിക്ക് പറയാൻ കഴിയാത്തത്ര നീ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അയാളുടെ പക്കൽ നിന്നും എനിക്ക് ഉണ്ടാകുന്നത് എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ ഇപ്പോൾ വിവാഹത്തിന് മുൻപ് ഒന്നും സ്വാഭാവികമായും മദ്യമോ മയക്കുമരുന്നോ ഒക്കെ ഉപയോഗിക്കുമോ, നാട്ടിൽ നല്ല നടപ്പാണോ എന്നൊക്കെയല്ലേ തിരക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇത്തരം സ്വഭാവ വൈകൃതങ്ങളൊക്കെ ഒരിക്കലും വിവാഹത്തിന് മുൻപ് ആർക്കും, അന്വേഷിച്ചു പോകുന്ന ആർക്കും അറിയാൻ സാധിക്കില്ല. അവിടെ ഒരു വലിയ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ശ്രദ്ധ വേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും ഈ ലൈംഗിക വൈകൃത സ്വഭാവം അല്ലെങ്കിൽ മറ്റ് വൈകൃതങ്ങളൊക്കെ തന്നെ ഇത് വൈകൃതമാണെന്ന് പോലും തിരിച്ചറിയാത്ത പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും ഇത് അബ്നോർമൽ ആണെന്നും ഇതല്ല സംഭവിക്കേണ്ടതെന്നും ഇതല്ല നോർമൽസി എന്നും പിന്നീട് അവരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളും ഒക്കെ വന്ന് ഷെയർ ചെയ്യുമ്പോഴായിരിക്കും, ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും ഒരു പക്ഷെ ഇത് വൈകൃതമാണെന്നും ഇത് വൈകൃത സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ വൈകൃത രോഗത്തിന്റെ പട്ടികയിൽ വരുന്നതാണെന്നും ഒക്കെ ഈ പാവങ്ങൾ അറിയുന്നത് തന്നെ ചിലപ്പോൾ ഇങ്ങനെ കുറെ കഴിയുമ്പോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ആരുടെയും ഒരു സഹായം തേടുന്ന ഒരു ഘട്ടത്തിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മൾ ഒരു ശതമാനക്കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മുതൽ 4% വരെ, അതായത് ചുരുക്കി പറഞ്ഞാൽ 100 പേരിൽ നിർത്തിയാൽ അതിനകത്ത് ഇത്രയും ശതമാനം ആൾക്കാർ വരെ ഇങ്ങനെ വൈകൃത സ്വഭാവം ഉള്ളവരാകാനൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അതൊട്ടും ചെറിയൊരു കണക്കല്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. കല്യാണത്തിന് മുമ്പ് നമുക്കിപ്പോൾ ഒരു സ്കാൻ ചെയ്തൊന്നും നോക്കാൻ പറ്റത്തില്ല ഇത്തരം വൈകൃത സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പെൺകുട്ടികളെ ഇതൊക്കെയും പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പുസ്തകത്തിൽ നിന്നും പഠിച്ചെടുത്ത് അതല്ലാതെ ഒരു 100% മാർക്ക് മേടിക്കുന്നതോ A+ മാത്രം മേടിക്കുന്നതോ അല്ല. കുറച്ച് ജീവിത നിപുണതകളും കൂടെ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്ന പ്രിയ സുഹൃത്ത് പറഞ്ഞത്, വിദ്യാഭ്യാസം ഉള്ളവർ എന്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് തിരിയുന്നു എന്നുള്ളത്. വിദ്യാഭ്യാസം എന്നുള്ളത് അവരെ ഒരു പോളിഷ് ചെയ്ത് റിഫൈൻ ചെയ്ത് കൊണ്ടുവരും. അതിനപ്പുറത്തേക്ക് അതിൽ നിന്നും ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. അതിനേക്കാൾ ഉപരി ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത്, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും കൊടുക്കേണ്ടത് അവർക്ക് ലൈഫ് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുക, ജീവിത നിപുണത പഠിപ്പിച്ചു കൊടുക്കുക. ഒരു ക്രൈസിസ് ഇങ്ങനെ വരുമ്പോൾ, ഒരു പക്ഷേ കല്യാണം കഴിയുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നത് ഈ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അതൊരു പക്ഷേ ഡ്രഗ് അബ്യൂസ് ആകാം, അല്ലെങ്കിൽ വൈകൃത സ്വഭാവമാകാം, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓറിയന്റേഷനായി നമുക്ക് ആ പങ്കാളിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഓറിയന്റേഷന്റെ ഒരു പ്രശ്നമായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ ക്രൈസിസ് ആയിട്ട് ലൈഫിൽ കടന്നു വരാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അത് തന്നെ ഒരു പ്രധാന ഒരു മൈൽ സ്റ്റോൺ ആണ്. അത് അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊപ്പം ഇത്തരം കാര്യങ്ങളോട് നമ്മൾ ട്യൂട്ടറിങ് ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് ജീവിച്ചു പോകാൻ പറ്റുകയുള്ളൂ. അത് തന്നെയല്ല, ദാമ്പത്യം തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനത്തെയൊക്കെ ക്രൈസിസ് വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് അതും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൂ. അത് മാത്രമല്ല, ഈ പ്രശ്നങ്ങളൊക്കെയും വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു ഇത് ട്രോമ ബോണ്ടിങ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് തന്നെ വരാനായിട്ട് സാധാരണഗതിയിൽ ഒരുപാട് വൈകാറുണ്ട്. അങ്ങനെ വരാതെ തുടക്കത്തിൽ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യുന്നതിനും അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണത്തിന് ഒരു ഡൊമസ്റ്റിക് വയലൻസ് വരാം, അല്ലെങ്കിൽ അങ്ങേയറ്റം പോകുന്ന ഒരു സാധ്യത വരാം. അപ്പോൾ ഇത്തരം ക്രൈസിസ് വരുമ്പോൾ എവിടെയാണ് ഒരു ഹെൽപ്പ് റെൻഡറിംഗ് പോയിന്റ്, ഏതിനെയാണ് ആശ്രയിക്കേണ്ടത്, ഇന്ന പ്രശ്നം വരുമ്പോൾ ആരെ ആശ്രയിക്കണം, ഇന്ന ഒരു സങ്കീർണത വരുമ്പോൾ എവിടെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള ഹെൽപ്പ് റെൻഡറിംഗ് പോയിന്റ്സും മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാലത്ത് ഇത്തരം അനർത്ഥങ്ങൾ അല്ലെങ്കിൽ അനിഷ്ടങ്ങൾ ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ശ്രീമതി ഉമാ